പശ്ചിമബംഗാളിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ വാക്കുകൾ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതാണെന്ന പ്രസ്താവന നടത്തിയ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ രൂക്ഷമായി പരിഹസിച്ചു വിട്ടിരിക്കുകയാണ് തൃണമൂൽ MP മഹുവ മൊയ്ത്ര. ആദിത്യനാഥിനെ ബുൾഡോസർ ബുദ്ധി എന്ന് കളിയാക്കി വിളിച്ച മഹുവ വസ്തുതകൾ ശരിയായി മനസ്സിലാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഹലോ ബുൾഡോസർ ബുദ്ധി, നിങ്ങൾ വസ്തുതകൾ ശരിയായി മനസ്സിലാക്കുക. നേതാജി സുഭാഷ് ബോസ് പറഞ്ഞു, നിങ്ങൾ രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാമെന്ന്. എന്നാൽ സ്വാമി വിവേകാനന്ദൻ അതൊരിക്കലും പറഞ്ഞിട്ടില്ല. ദയവായി ഫാൻഡ കുടിക്കാൻ നിങ്ങൾ UP-യിലേക്ക് മടങ്ങി ബംഗാളിനെ വെറുതെ വിടും. താങ്കൾ ഒരു വലിയ കോമഡിയാണ്. ഇതാണ് മഹുവ എക്സിൽ പോസ്റ്റ് ചെയ്തത്. പശ്ചിമബംഗാളിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് സംഭവിച്ച ഒരു പിഴവ് രാഷ്ട്രീയ ആയുധമാക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ്. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ വിഖ്യാതമായ ഉദ്ധരണി സ്വാമി വിവേകാനന്ദന്റേതെന്ന് പ്രസ്താവിച്ച യോഗിയെ ബുൾഡോസർ ബുദ്ധി എന്ന് വിശേഷിപ്പിച്ചാണ് തൃണമൂൽ MP മഹുവ മൊയ്ത്ര പരിഹസിച്ചു വിട്ടത്. യോഗിയുടെ പ്രസംഗത്തിന്റെ വീഡിയോ പങ്കുവച്ചുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് ഔദ്യോഗിക പേജും കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചു. ബംഗാളിന്റെ ചരിത്രത്തോടും ഐക്യനോടുമുള്ള BJPയുടെ അജ്ഞതയാണ് ഇതെന്ന് TMC ആരോപിച്ചു. ഒരേ വാചകത്തിലൂടെ ബംഗാളിന്റെ 2 മഹൽ പുത്രന്മാരെയും യോഗി ഒരേ സമയം അപമാനിച്ചെന്നും TMC കുറ്റപ്പെടുത്തി. സ്വാമി വിവേകാനന്ദനെയും നേതാജിയെയും വേർതിരിച്ചറിയാൻ കഴിയാത്തവരാണ് സോനാർ ബംഗ്ല നിർമ്മിക്കുമെന്ന് സ്വപ്നം കാണുന്നതെന്നും അവരുടെ അഹങ്കാരത്തിനൊത്ത അജ്ഞതയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് തൃണമൂൽ പരിഹസിക്കുകയും ചെയ്തു. നേരത്തെയും ബംഗാളി സംസ്കാരത്തെക്കുറിച്ചുള്ള BJP നേതാക്കളുടെ പ്രസ്താവനകൾ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴി തുറന്നിരുന്നു. കഴിഞ്ഞ ദിവസം വനിതാ സംവരണ ബിൽ ലോക്സഭയിൽ പരാജയപ്പെട്ടതിന് പിന്നാലെ പ്രതിപക്ഷത്തെ വിമർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും BJPക്കും മറുപടി കൊടുക്കാനും മഹുവ മൊയ്ത്ര ഉണ്ടായിരുന്നു. BJPയിലെ വനിതാ MPമാരുടെ പ്രാതിനിധ്യം മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ അപേക്ഷിച്ച് കുറവാണെന്ന് അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ട നരേന്ദ്രമോദി, ലോക്സഭയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും വെച്ച് ഏറ്റവും കുറഞ്ഞ വനിതാ പ്രാതിനിധ്യമുള്ളത് താങ്കളുടെ പാർട്ടിയിലാണ്. 543 സീറ്റുകളുടെ അടിസ്ഥാനത്തിൽ വനിതാ സംവരണം ഇപ്പോൾ തന്നെ നടപ്പിലാക്കാൻ എന്താണ് താങ്കളെ തടയുന്ന പ്രശ്നം? പൊള്ള വാഗ്ദാനങ്ങൾ ഇനി നടപ്പില്ല എന്നും മഹുവ എക്സിൽ കൂടി അന്ന് പ്രതികരിച്ചിരുന്നു. 240 അംഗങ്ങളുള്ള BJPയിൽ 31 വനിതകൾ മാത്രമാണുള്ളത്. അതായത് 12.9% മാത്രം. കോൺഗ്രസിൽ അത് 14.3%, തൃണമൂൽ കോൺഗ്രസിൽ 37.9%. 29 അംഗങ്ങളുള്ള തൃണമൂലിൽ 14 പേരും വനിതകളാണെന്ന വസ്തുത ചൂണ്ടിക്കാട്ടിയാണ് മഹുവ BJPയെ പരിഹസിച്ചത്. മണ്ഡല പുനർനിർണയത്തിന് കാത്തു നിൽക്കാതെ ഇപ്പോൾ നിലവിലുള്ള സീറ്റുകളിൽ സംവരണം നടപ്പിലാക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും അവർ ആവശ്യപ്പെട്ടു. രാജ്യത്ത് മണ്ഡല പുനർനിർണയം നടത്തി ലോക്സഭാ സീറ്റുകൾ വർദ്ധിപ്പിച്ച് വനിതാ സംവരണം നടത്താനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കം ലോക്സഭയിൽ പരാജയപ്പെട്ടിരുന്നു. ഭരണഘടനാ ഭേദഗതി ഉൾപ്പെടുന്നതിനാൽ ഈ ബില്ലുകൾ പാസ്സാകാൻ ലോക്സഭയിൽ 2/3 ഭൂരിപക്ഷം ആവശ്യമായിരുന്നു. 528 പേരാണ് അന്ന് വോട്ട് ചെയ്തത്. എന്നാൽ 298 പേർ മാത്രമാണ് അനുകൂലിച്ചത്. 230 പേർ അതിനെ എതിർത്തു. ബിൽ പാസ്സാകാൻ 352 പേർ അനുകൂലിക്കണമായിരുന്നു. 2/3 ഭൂരിപക്ഷം ലഭിക്കാൻ BJPക്ക് 54 വോട്ടുകളുടെ കുറവാണ് ഉണ്ടായിരുന്നത്.